ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടി പി ബ്രദേഴ്സ് മുളയങ്കാവ് കാളയിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. മുളയങ്കാവ് കുലപതി കാളയിനെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ കുലപതി കാളയുടെ അവരുടെ തറവാട്ടിലുള്ള കാളയാണ്. വളരെ ചെറിയൊരു കാളയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ്, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് ആദ്യം തന്നെ പറയുള്ളത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ വെറൈറ്റി രീതിയിലുള്ള ഒരു കാളയാണ് ടി പി ബ്രദേഴ്സ് മുളയങ്കാവിൻ്റെ. ഇത് സംഗതി നല്ല രസമാണ്. ഞാൻ ആദ്യമായിട്ട് ഈ കാള എൻ്റെ ശ്രദ്ധയിൽ പെട്ട സമയത്ത് സത്യം പറയുകയാണെങ്കിൽ എനിക്കിത് ഈ കാളേനെ നേരിട്ട് കാണാനുള്ള അതിയായിട്ടുള്ളൊരു ഒരു കൊതി ഉണ്ടായി. സംഭവം എന്താ വെച്ചാൽ അത്രയും ഡിഫറെൻ്റാണ്. എനിക്ക് വളരെ, അതായത് ഒരു പൊതുവെ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളെ, അങ്ങനെയുള്ള കാര്യങ്ങളെ, ആർട്ട് വർക്കുകളെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടി പി ബ്രദേഴ്സ് മുളയങ്കാവിൻ്റെ ഈ കാള ഭയങ്കര എന്നെ ഒരുപാട് അട്രാക്റ്റ് ചെയ്തിട്ടുള്ളൊരു കാളയാണ്. അപ്പോൾ ഈ കാളയുടെ ഇപ്പോഴത്തെ ഫോട്ടോ നോക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഫോട്ടോ. ഇത് ഇവർ ഇൻസ്റ്റഗ്രാമിൽ മെയ് 19 പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ്. ഇതിൽ ആർച്ചൊക്കെ നോക്കുമ്പോൾ ഇത് ഒരു ടൈപ്പല്ല കേട്ടോ, വേറൊരു ടൈപ്പും കൂടി ഉണ്ട്. ഇവരൊരു സ്ട്രക്ചർ, കാളയുടെ സ്ട്രക്ചർ എവിടെ കിടക്കണം, ഇതാ നിൽക്കണം. വേറെ ഡിഫറെൻ്റായ രീതിയിൽ മാർച്ചും സൈഡുമാലയും ഒക്കെ വളരെ ഡിഫറെൻ്റായ രീതിയിലുള്ള വേറൊരു തരത്തിലുള്ള കാള. ഇതേ കാള തന്നെ വേറൊരു തരത്തിൽ. ഇതൊരു കുട്ടിക്കാളയാണ്. നമുക്ക് ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. കുട്ടിക്കാളയാണ് സംഭവം. ഏകദേശം ഒരു 2 അടി 2.5 അടിയൊക്കെ തല വലിപ്പമുള്ള കുട്ടിക്കാളയാണ്. അപ്പോൾ കാളേനെ ചുമലിലേറ്റി അടിച്ചു പൊളിച്ച് കാവിൽ കയറ്റണം, അങ്ങനെ തൊഴിക്കണം. അങ്ങനൊരു ഉള്ള കമ്മിറ്റിക്കാർക്കൊക്കെ അടിപൊളിയായിട്ട് എന്താ പറയുക, വരുത്താൻ പറ്റുന്ന, കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന, കൊണ്ടുവരാവുന്ന അടിപൊളി കാളകളിലൊന്നാണ്. നല്ല വൃത്തിയുള്ള കാളകളിലൊന്നാണ് ഈ കാള. നല്ല വൃത്തിയാണ്. ഈ കാളയുടെ മാലയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് വേർഷനെ കുറിച്ചിട്ട് നോക്കാം. അതിൻ്റെ ഒരു സംഗതി എന്താ വെച്ചാൽ, ഇപ്പോൾ ആർച്ചിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ആർച്ചിൽ 3 ദളങ്ങളായിട്ടാണ് ആർച്ചൊക്കെ ഉണ്ടായിരിക്കുക. ഇത് 3 ദളങ്ങളാണ്, പക്ഷേ ഇതിൽ ആർച്ച് വേറൊരു രീതിയിലാണ്. ഇപ്പോൾ സെൻട്രലിൽ നമ്മൾ ഉള്ള ദേവിയുടെ ഒരു സംഗതിയൊക്കെ നോക്കുക. അത് അവിടെ ആ ദേവിയുള്ള ആ ഭാഗത്തെ ആർച്ച് കുറച്ച് ഹൈറ്റിലാണ്. പിന്നെ അപ്പുറത്ത് സാധാരണ നമ്മൾ ആർച്ചിൻ്റെ ഒരു ലെവലിലുള്ള ഒരു സാധാരണ നമ്മൾ കണ്ടു പരിചയിച്ച ആർച്ചിൻ്റെ ഒരു ലെവലിലല്ല 2 സൈഡിലുള്ള ദളങ്ങളൊക്കെ വരുന്നത്. അതിൽ ഇത് മാലാഖമാർ അല്ലെങ്കിൽ തോഴിമാർ നിൽക്കുന്ന ഒരു സ്റ്റാൻഡിങ് പൊസിഷനിലാണ് അവിടെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ആർച്ചൊക്കെ ശ്രദ്ധിക്കുക. ആർച്ചിലൊക്കെ കുറേ ദളങ്ങൾ പോലെ കുഞ്ഞു റാ ഷേപ്പിലുള്ള കുറേ സാധനങ്ങൾ അതിലുണ്ട്. നല്ല രസമുണ്ടായി കാണാം അല്ലേ. അതുപോലെ അതിൽ ഉപയോഗിച്ച കളറുകളൊക്കെ അടിപൊളിയാണ്. റെഡ് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്. ആ ഗ്രീനിൻ്റെ ചെറിയൊരു ലെയർ പോലുള്ളൊരു സാധനമൊക്കെ അതിൽ വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാം. അതുപോലെ നേരെ കുടയുടെ ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രത്യേകതരം വട്ടക്കുട അല്ലേ, നല്ല രസമുണ്ട്. സൈഡിൽ കുടകളൊന്നുമില്ല, മുകളിലുള്ള വട്ടക്കുടകൾ 3 തട്ടായിട്ട് നല്ല രസമുണ്ട് കാണാം. നല്ല വൃത്തിയുണ്ട്, അടിപൊളിയായിരുന്നു. നല്ല ഫിനിഷിങ്ങൊക്കെ അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള ആർച്ചും കുടകളൊക്കെ. ഇനി നേരെ കാളത്തലയിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക. കാളത്തലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പെയിൻ്റ് അടിച്ച കുറച്ച് ഡിഫറെൻ്റായ ഒരു രീതിയിലാണ് അല്ലേ. അതായത് തലയിൽ എന്താണോ പെയിൻ്റ് ഉള്ളത് അതേ കളറ് തന്നെയാണ് കൊമ്പിലും കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കാളക്കൊമ്പിൽ വേറൊരു ടൈപ്പ് കളറാണ് നമ്മൾ കൊടുക്കേണ്ടതായിരിക്കും. ഇപ്പോൾ സ്നേഹ ഗ്രൂപ്പിൻ്റെ കാളകളിലൊക്കെ നോക്കുമ്പോൾ നീല കളറാണ്. 2 കാളത്തലകളിലും കൊമ്പുകളിൽ നീല കളർ. വേറെ പല ഇതിലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തലകളും വേറെ കളറായിരിക്കും, പക്ഷെ കൊമ്പുകൾ അതൊന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ കളറായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ ലെഫ്റ്റ് സൈഡുള്ള കാള എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ചന്ദന നിറം അങ്ങനെ രീതിയിലുള്ള ഒരു കാളയ്ക്ക് തലയ്ക്ക് അങ്ങനെ ഒരു കളർ അടിച്ചിട്ട് അതേ കളർ തന്നെയാണ് കൊമ്പിൻ്റെ ഭാഗത്തേക്കുള്ളത്. ആ കൊമ്പിൻ്റെ എൻഡിൽ ബ്ലാക്ക് കളറൊക്കെ അടിച്ചിട്ടുണ്ട്. നേരെ റൈറ്റ് സൈഡിലുള്ള കാളത്തലയിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രത്യേകതരം ഗ്രീൻ, ഒരു ആഷ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന ഒരു കളർ അടിച്ചിട്ടുണ്ട്. അതേ ആഷ് ഗ്രീൻ ഏകദേശം ആ കളർ തന്നെയാണ് കൊമ്പിലും കൊടുത്തിട്ടുള്ളത്. കൊമ്പിൻ്റെ എൻഡിൽ ഈ പറയുന്ന പോലെ ഡാർക്ക് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ. പിന്നെന്താ, അതൊക്കെയാണ്. അതിൽ ആ കാളത്തലയിൽ കൊടുത്തുള്ള നീല കളറുള്ള മറ്റേ സംഭവമൊക്കെ ഉണ്ടല്ലോ, ഒരു ചെറിയൊരു ചൂടിക്കയറൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട്. നല്ല റെഡ് റൗണ്ടായിട്ട് ഇവിടെ സാധനമൊക്കെ കൊടുത്തിരുന്നു വായയുടെ ചുറ്റും മുകളിൽ. ഇനി നേരെ മാലയിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ, ഇതിൻ്റെ ഫ്രെയിമിൻ്റെയൊക്കെ ഒരു അവസ്ഥ നല്ല രസമാണ്. ഫ്രെയിം ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സാധനം, അതിൻ്റെ മുകളിൽ ഫ്രെയിം ഇങ്ങനെ അത് തട്ടായിട്ടാണെന്നാണ് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നുള്ളത്. തട്ടായിട്ട് ഫ്രെയിം നല്ല രസമുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. അതിൽ ഉപയോഗിച്ച കളറുകളൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ, കലക്കായിരുന്നു. എന്തായാലും നല്ല വൃത്തി, അടിപൊളിയായിരുന്നു. ഇനി അതിൻ്റെ നേരെ താഴെ മാലയിലേക്ക് വരുന്ന സമയത്ത് മാലയിൽ ആ മുത്തുമണി മാലകളൊക്കെ നല്ല രസമുണ്ട് കാണാൻ അല്ലേ. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ഒരു സാധനമാണ് ഫ്രണ്ടിൽ നമ്മൾ പറഞ്ഞില്ലേ മാല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ
സൈഡ് മാല, നമ്മൾ തേരുമാല എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള ഒരു സംഗതിയല്ല ഇവിടെ മാലയിൽ വരുന്നത്. മൊത്തത്തിൽ ഇങ്ങനെയുള്ള ഒരു സംഗതിയാണ് വരുന്നത്. അതേപോലെ തന്നെ പടിമാലയും അങ്ങനെ നമുക്ക് എടുത്തു പറയാവുന്ന രീതിയിൽ അങ്ങനെ ഒരു സംഭവം അല്ല ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സംഗതിയാണ്. എന്തായാലും അത് ആ വെറൈറ്റി അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇതിലെ നമ്മുടെ ആർച്ച് മാല അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പണ്ടം എന്ന് പറയുന്ന പണ്ടത്തിൻ്റെ അതിൽ താഴത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ആ മഞ്ഞയും അതേപോലെ റെഡ് അതേപോലെ വൈറ്റ് അതേപോലെ വീണ്ടും താഴത്തേക്ക് വരുമ്പോൾ പച്ച കളറ് അങ്ങനെ ഓരോ ഇങ്ങനെയൊരു സാധനം നടുവിൽ റൗണ്ട് വെച്ച് കണക്ട് ചെയ്യുന്ന പോലുള്ള ഒരു സംഗതി നല്ല വെറൈറ്റി ആയിരുന്നു. നല്ല രസമുണ്ട് അത് കാണാൻ. ആ കളർ കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. എന്തായാലും ഇതിൽ പെയിൻ്റ് അടിച്ച ആൾക്ക് ഒരു പ്രത്യേക കുതിരപ്പവൻ. എല്ലാ സംഭവം അടിപൊളിയായിരുന്നു. അതിൽ പെയിൻറ്റ് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ 2 മാലകൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കിളിപ്പച്ച നിറത്തിൽ അതേപോലെ റോസ് കളറൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവം. കിളിപ്പച്ചയാണ് മഞ്ഞയാണ്. അത് എന്തായാലും സംഗതിയൊക്കെ അടിപൊളിയായിരുന്നു. അതേപോലെ ഇതിലെ കുടുക്കി കെട്ടിയ സാധനമൊക്കെ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഇതിൽ ആ മറ്റേ പണ്ടത്തിൽ പ്രത്യേകിച്ച് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ സാധനം ഇതിലൊരു ഡാർക്ക് ബ്ലൂ കളറിൽ റൗണ്ട് കണ്ടു നിങ്ങൾ. റൗണ്ടുകൾ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ ഗ്ലാസിൻ്റെ എന്തോ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര വെറൈറ്റി ആയിരുന്നു. ഏതെങ്കിലും കളകളിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് സംഗതി. അതായത് മുത്തുമാലയിലേക്ക് വരുന്ന സമയത്ത് അടിപൊളി ഒരു ഇടത്തരം കാളയാണ്. നല്ല രസമുണ്ട്. ഈ എക്സ്ട്രാ സ്ട്രക്ചറുകളൊന്നുമില്ല. 2 സൈഡിലുള്ള എക്സ്ട്രാ സ്ട്രക്ചറുകളും സംഗതികളൊന്നുമില്ല. നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു കാള. പിന്നെ ഇതേ സംഗതി മുമ്പ് വേറൊരു രീതിയിൽ പെയിൻ്റ് അടിച്ച ഒരു സംഗതി ഫോട്ടോസൊക്കെ അതിലുണ്ട്. ഓക്കെ, സ്ട്രക്ചറിന് വ്യത്യാസമൊന്നുമില്ല, പെയിൻറ്റിന് മാത്രം ചെറിയ വ്യത്യാസം പോലുള്ള സംഗതി. പിന്നെ കുറച്ച് പഴയ ഒരു ഫോട്ടോ, പഴയ മോഡൽ ഉണ്ടായിരുന്നു. അത് കുറച്ച് മുമ്പുണ്ടായിരുന്ന ഒരു മോഡലുള്ള ഒരു സംഗതി. ഇതേ കാളയുടെ വേറെ വേർഷൻ ഉണ്ട്. ഇതേ കാള തന്നെയല്ലേ ഇത്? ആ വേർഷൻ കുടയൊക്കെ ഏകദേശം അതേപോലുള്ള ഒരു ലെവലിലൊക്കെ തന്നെയാണ്. കുട അങ്ങനെ തന്നെ. ആർച്ചിൽ വ്യത്യാസമുണ്ട്. ആർച്ചിൽ ഈ പറയുന്ന 3 ദള രീതിയിലുള്ള ആർച്ച് തന്നെയാണ് അവിടെ ഉള്ളത്. അതുപോലെ ഫ്രെയിം ശ്രദ്ധിക്കുക. ഈ ആർച്ച് നേരെ താഴെ ഒരു കഷ്ണമായിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു സംഗതി അവിടെ ഉണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട്. അത് കഷ്ണം പീസായിട്ട്. അതേപോലെ ഈ മാലാഖമാർക്ക് പകരം അതാരത് സുബ്രഹ്മണ്യനാണോ എന്തായാലും 2 ബോയ്സ് സംഭവം അവിടെ ഉണ്ട്. അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. പച്ച കളറും അവിടെ നിൽക്കുന്ന ഒരു രീതിയും നടുവിലെ ദേവിയും ഒക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ ഈ ആർച്ചിൻ്റെ ഏറ്റവും ഉള്ളിലെ ലെയർ ശ്രദ്ധിക്കുക. ഒരു ബ്ലൂ കളറിലൊരു സംഗതി വരുന്നത് ശ്രദ്ധിച്ചു നിങ്ങൾ. അടിപൊളിയായിട്ടുണ്ട് അത്. അതുപോലെ ആർച്ചിൻ്റെ ഫിനിഷിങ് അടിപൊളിയായിരുന്നു. അതായത് ആർച്ചിൻ്റെ ഔട്ടർ ലെയർ കണ്ടില്ലേ, ഒരു ഗ്രീൻ കളറിലുള്ള സാധനം. അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടോ ഒരു സിൽവർ ഉണ്ടായിട്ടുള്ള സാധനം. അടിപൊളി കലക്കിയിരുന്നത്. അതുപോലെ ആർച്ചിൻ്റെ അത് നല്ല രസമുണ്ട്. അത് വൃത്തിയുള്ള അടിപൊളി സാധനം. നല്ല ക്രിസ്പ് ആൻഡ് ക്ലീൻ എന്ന് പറയുന്നുള്ള രീതിയിലുള്ള ആർച്ച് നല്ല രസമുണ്ട്. അത് വളരെ ഡിഫറെൻ്റായ വെറൈറ്റി ആയിട്ടുള്ള ആർച്ച്. പിന്നെ ഈ ആർച്ച് പ്രത്യേകം നല്ല ഒതുക്കമാണ്. ഈ ആർച്ച് എനിക്ക് ഭയങ്കര ഒതുക്കമുള്ള ഒരു ആർച്ചായിട്ടാണ് തോന്നിയത്. ഈ കാളയ്ക്ക് നല്ല രസമുണ്ട് ഇല്ലേ. പിന്നെ നേരെ താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഫ്രെയിം കഴിഞ്ഞിട്ട് വരുന്ന സാധനം. ഫ്രെയിം ശ്രദ്ധിക്കട്ടെ. നമ്മുടെ ഈ കാളത്തലകളുടെ കൊമ്പിൻ്റെ ഏകദേശം പകുതിയിലധികം ഹൈറ്റിലാണ് ഫ്രെയിം വരുന്നത്. അത് ഈ കാളയ്ക്ക് നല്ല രസമുണ്ട്, നല്ല സ്യൂട്ടാവുന്നുണ്ട്. അതുപോലെ ഈ ഫ്രെയിമിൻ്റെ നേരെ താഴെ റൈറ്റ് സൈഡ് കണ്ടു. ആ ഗോൾഡ് കൊണ്ടുള്ള ഉണ്ടയും ഒരു സാധനം ഇങ്ങനെയൊക്കെ ആയിട്ട് വേറെ റൗണ്ടും സാധനങ്ങളൊക്കെ. ആ ഒരു എന്താ മെറ്റീരിയൽ, അത് ഫൈബറാണോ എന്തായാലും ആ സംഗതി അടിപൊളിയായിരുന്നത്. ആ ബ്ലൂവിലുള്ള ചെറിയ സംഗതിയില്ലേ അടിപൊളിയായിരുന്നത്. അത് ഗ്യാപ്പ് അവിടെ വേക്കൻ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്തു സംഭവം. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നത്. മൊത്തം ആ ഒരു ബ്ലൂവിൽ ബാക്കി ഇങ്ങനെയുള്ള മാല വരുന്നതും ആഭരണം വരുന്നൊക്കെയുള്ള ഒരു പണ്ടം വരുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പിൽ മൊത്തത്തിൽ പണിത പോലെയുള്ളൊരു സംഭവം. എന്തായാലും അടിപൊളിയുണ്ട്. കാളത്തലകൾ ശ്രദ്ധിക്കുക. കാളത്തലകൾ നമ്മൾ ആദ്യം പറഞ്ഞ കാളത്തല ഇപ്പം അടിച്ച പെയിൻറ്റ് പോലുള്ള ഒരു സാധനമല്ല. അതിൽ കുറച്ച് ഡിഫറെൻ്റായ രീതിയിലാണ്. ചെവിയൊക്കെ ശ്രദ്ധിക്കുക. ചെവിയിലൊക്കെ ഉപയോഗിച്ച കളറും ഒക്കെ ശ്രദ്ധിക്കുക. ഇനി ഇതിൽ വരുന്ന മാല ശ്രദ്ധിക്കുക. പിങ്കോ റോസോ നിറത്തിലുള്ള മാല വരുന്നില്ലേ, അടിപൊളിയായിരുന്നു അല്ലേ. നമ്മളിപ്പോൾ ഒരു ജെ തിരിച്ചിടൂലേ, അല്ലെങ്കിൽ ഒരു 7 എന്നുള്ളതൊക്കെ തിരിച്ചിടുന്ന രീതിയിലുള്ള ഒരു സംഗതി, അതിനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേറെ സ്ട്രക്ചറാക്കിയിട്ട സംഗതി മറ്റേ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു കളയിൽ മാത്രമേ ഇങ്ങനെ സ്ട്രക്ചർ ഉള്ളൂ. ആ ഒരു ഒറിജിനൽ ഐഡിയനെ അടിപൊളിയായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. അതേപോലെ അതിൽ എന്തൊക്കെയുണ്ട്, ആന ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സ്ട്രക്ചറുകൾ. നമ്മൾ ഈ പൊതുവേ എക്സ്ട്രാ വരുന്ന ഒരു ഇതിലാണല്ലോ നമ്മൾ സാധാരണ ആനയും കുതിരയും വ്യാളിയൊക്കെ വെക്കുക. ഇത് ഇവർ ആ മാലയുടെ ഉള്ളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. തേർമാലയുടെ പൊസിഷൻ ആ ഭാഗത്ത് അതിൽ ആന വരുന്നുണ്ട്, ആനയുടെ മുകളിൽ കുതിര വരുന്നുണ്ട്. കുതിരയുടെ മുകളിൽ അത് വ്യാളിയാണ് തോന്നുന്നു. എന്തായാലും സംഗതി നല്ല രസമുണ്ട്. അത് നീറ്റ് ആൻഡ് ക്ലീൻ.
പിന്നെ അതേപോലെ തന്നെ ഒരു തേരുമാല പോലുള്ള ഒരു വെറൈറ്റി ഒരു മാല കണ്ടില്ലേ ഇപ്പുറത്ത്, അതിൽ ഈ പറഞ്ഞ ഒരു ഉണ്ട സാധനങ്ങളുണ്ട്. നമ്മൾ കുറച്ചും പറഞ്ഞാൽ പിങ്ക് നിറത്തുള്ള അതിൽ ഉണ്ട സംഗതികളൊക്കെ നല്ല രസമുണ്ടത്. നമുക്ക് കണ്ടാൽ തന്നെ ഒന്ന് ടച്ച് ചെയ്യാനൊക്കെ തോന്നൂലേ. എന്തായാലും നല്ല രസമുണ്ടത്. അതായത് വെറൈറ്റി രീതിയിലുള്ള സ്ട്രക്ചറുകളാണ് അതിലുള്ളത്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറുകളും സംഗതികളൊക്കെ. അതായത് നല്ല പണിയെടുത്തിട്ടുണ്ട്. അതേപോലെ അതിൽ ആ പടിമാല പോലുള്ള ഒരു സ്ട്രക്ചേഴ്സ് വെച്ചില്ലേ, എത്ര കഷ്ണങ്ങളുണ്ട്, ഭാഗങ്ങളുണ്ട് അതിൽ 1 2 3 4 5 6 7 7 ഭാഗങ്ങളായിട്ടുള്ള പടിമാല സംഭവം അടിപൊളിയായിരുന്നു. അതേപോലെ നമ്മൾ ഇപ്പുറത്ത് ഉള്ളിലുള്ള മാലയിലേക്ക് വരുമ്പോൾ ആർച്ച് മാല അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തിലേക്ക് വരുന്ന കുടുക്കിയെട്ടിയൊക്കെ അടിപൊളിയായിരുന്നു. കുടുക്കിയെട്ടിയുടെ ഒരു ഔട്ടർ ലെയറൊക്കെ നോക്കുക, നല്ല രസമുണ്ട് ഇല്ലേ. അതേപോലെ ചെകിട്ടാണിയുടെ അവിടെ ചെവിപ്പൂക്കളൊക്കെ നല്ല രസമുണ്ട് സാധനമുണ്ട്. ശരിക്കും നമ്മുടെ ഇവിടെ ഇങ്ങനെ വെക്കുന്ന ഒരു സംഗതി ഇല്ലേ, ടൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം, അതുപോലുള്ളൊരു സംഗതിയൊക്കെ വെക്കണം, നല്ല രസമുണ്ടത്. അതേപോലെ നേരെ നമ്മൾ പണ്ടത്തിലേക്ക് വരുന്ന സമയത്ത് പണ്ടത്തിൻ്റേത് ഇങ്ങനെയുള്ള സാധനത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സാധനം കൂടി, അതായത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ആ എക്സ്റ്റൻഷൻ അടിപൊളിയായിട്ടുണ്ട് അതിൽ. അത് ഈ 2 സൈഡിലുള്ള മറ്റേ പണ്ടങ്ങളെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാധനം ആയിട്ട് നല്ല രസമുണ്ട്. അതായത് ഇങ്ങനെ വന്ന് താഴത്തേക്കൊന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ ആ സംഗതി നല്ല രസമുണ്ട് അത്. അതേപോലെ അതിൽ ഉപയോഗിച്ച ആ കളറ്, അതായത് നമ്മൾ ഔട്ടർ ലെയറിലേക്ക് വരുന്ന ആ കളറില്ല, പിങ്ക് നിറം, ആ പിങ്ക് നിറമായിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഗതിയൊക്കെ സ്ട്രക്ചറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കളർ കോമ്പിനേഷനും ഒക്കെ അതിങ്ങനെ പീസായിട്ട് ഔട്ടർ ലെയർ വരുന്നു, കളർ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത രീതിയിലുള്ള പിങ്ക് നിറം ബ്ലൂ നിറമൊക്കെ ഡിവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഔട്ടർ ലെയർ പണ്ടത്തിൽ കൊടുത്തുള്ളതൊക്കെ നല്ല രസമുണ്ട്. അതെല്ലാം മുത്തുമാലകൾ, കലക്കാറുണ്ട് മുത്തുമണിമാലകൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ കാളകളിൽ പലരും ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ കാളയുടെ പണ്ടം വല്ലാണ്ട് ഇങ്ങോട്ട് താഴ്ത്തിയിട്ട് ഒരു ലെവലിൽ അത് ചില കാളകൾക്ക് അത് സെറ്റായിരിക്കും, ചില കാളകൾക്ക് അത് അവരുടെ ഇഷ്ടത്തിന് ചെയ്യണതാണ്. പക്ഷേ നമ്മളൊരു കാള ആസ്വാദിക്കുന്ന ലെവലിൽ പറയുമ്പോൾ ചില കാളകൾക്ക് അത് വളരെ അരോചകമാണ്. അത് ഒരുപാട്, പക്ഷേ ഈ കാളയ്ക്ക് നല്ല രസമുണ്ട്. അതായത് ഇത് ഒരുപാട് താഴ്ത്തിയിട്ടൊന്നുമില്ല, അത്യാവശ്യം ഈ ആർച്ചിൻ്റെ ഹൈറ്റ് എത്ര വരുന്നത് ഏകദേശം ആ ഒരു ലെവലിലൊക്കെ തന്നെയാണ് നമ്മുടെ പണ്ടം വരുന്നത്, നമ്മുടെ ആർച്ചുമാല പണ്ടം വരുന്നത്. അത് ആ അളവൊക്കെ ഏകദേശം അടിപൊളിയുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ഈ ലക്ഷണമൊത്ത രീതിയിലുള്ള അളവുകളൊക്കെ ഏകദേശം ഉപയോഗിച്ചുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത്. നല്ല സിമ്മട്രിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചറുള്ള ഒരു കാള, നല്ല രസമുണ്ട്. അതുപോലെ ആ കാളകളുടെ കാലുകളൊക്കെ കാണാനുണ്ട് നമ്മൾ ആ മുത്തുമാലകളുടെ ഇടയിൽ കൂടെ നോക്കുന്ന സമയത്ത് അല്ലേ. അത് പല കാളകളിലും നമ്മൾ നോക്കുമ്പോൾ ഈ കാളകളുടെ എന്താ പറയുക, പലരും ഈ കാലിൻ്റെ കുളവ് മാത്രമേ കാണാൻ പാടുള്ളൂ എന്നുള്ള ലെവലിലേക്കാണ് പലരും ഈ മാലകളൊക്കെ ഇങ്ങനെ പണിതിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മൾ കുളമ്പിന് മുകളിലും കാലിൻ്റെ മുട്ട് വരെയുള്ള ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എന്നാണ് എനിക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തോന്നുന്നത്. സംഭവം അടിപൊളിയായിരുന്നു. കുറച്ച് കാളുടെ ഈ മുട്ടും കാളുടെ കുറച്ച് കാല് കാണുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും സംഭവം നല്ല രസമുണ്ടത്. എനിക്ക് ഈ ഒരു കാളേനെ ഏറ്റി കളിപ്പിക്കാനുള്ള അവസ്ഥ എന്ന് ആലോചിച്ചേക്കും, അടിപൊളിയായിരുന്നല്ലേ. ഈ കാളേനെ മടക്കി വെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. മടക്കി വയ്ക്കാൻ പറ്റുമായിരിക്കും, അതോ മടക്കി വയ്ക്കാൻ പറ്റൂല തോന്നുന്നു അല്ലേ. എന്തായാലും സംഗതി അടിപൊളിയായിരുന്നു. അപ്പോൾ വീതിയൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ലെവലിലൊക്കെ തന്നെ ആയിരിക്കും. കാരണം കുഞ്ഞ് കാളായതുകൊണ്ട് ഇങ്ങനെ സ്ട്രക്ചർ വന്നാലും വലിയ വീതിയൊന്നും വരുന്നുണ്ടായിരിക്കില്ല, അതിലൊതുങ്ങിയൊരു രീതിയിലൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. നമ്മുടെ ഈ ഫ്രെയിമിൻ്റെ ഒരു ലെവലിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ നിൽക്കുന്ന 2 സൈഡിലേക്കും വീതിയിലേക്ക് നിൽക്കുന്ന രീതിയിലുള്ള ആ സൈഡ് മാലയും അങ്ങനൊരു സ്ട്രക്ചറൊക്കെ ഉള്ള കാള, നല്ല രസമുള്ള കാള. പിന്നെ അതേപോലെ അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റിനുള്ള സംഗതികളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ പച്ച നിറമൊക്കെ അതിൽ വരുന്നുണ്ട് അല്ലേ, അടിപൊളിയായിരുന്നു സംഗതി. എന്തായാലും നീറ്റായിരുന്നു. പിന്നെ ഇതേ സ്റ്റൈൽ തന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ സ്റ്റൈലിൽ, ആദ്യത്തെ പറഞ്ഞ സ്റ്റൈലിലൊക്കെ വേറെ നിറങ്ങളടിച്ചിട്ടുള്ള ഇതേ കാള ഇവിടെ ഉണ്ട്. ഇത് എന്തായാലും സംഗതി കലക്കറും, സംഗതി നല്ല രസമുണ്ട്. വേണമെങ്കിൽ ഈ കാളേനെ ഇവർക്ക് കുറച്ചും കൂടിയൊക്കെ ഈ മാല പണ്ടം ഒന്ന് താഴത്തേക്ക് എടുത്തിട്ട്, അതായത് ഇപ്പോൾ ഇതുവരെയാണെങ്കിൽ കുറച്ചും കൂടി താഴേക്ക് എടുത്തിട്ടൊക്കെ ആക്കുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല തോന്നുന്നു. ഇപ്പോൾ തന്നെ ഈ കാള നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു രീതിയിലാണ്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു, വളരെ വെറൈറ്റി സംഭവമാണ്. അപ്പോൾ എനിക്ക് ഈ കാളേനെ കുറിച്ച് പറയുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ ചെറിയ കമ്മിറ്റികൾക്കടക്കം, ഇപ്പോൾ പിള്ളേരുടെ കമ്മിറ്റികൾക്കടക്കം ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള കാളകളെ, ഇപ്പം വൃത്തിയുള്ള കാളകൾ, ഈ കാളുടെ പ്രത്യേകതയാണ് നല്ല വൃത്തിയാണ്. ഈ സൈസിലുള്ള നല്ല വൃത്തിയൊക്കെ ഉള്ള ഒരു കാളയായതുകൊണ്ട് തന്നെ കമ്മിറ്റിക്കാർക്കൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കാളയാണ്. നല്ല വൃത്തിയുള്ള കാള, അതായത് ചില കമ്മിറ്റിക്കാർ കാളുടെ വൃത്തിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ടായിരിക്കും. അന്നപ്പോൾ എല്ലാ കാള കമ്മിറ്റിക്കാരും വൃത്തിക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ചിലവർ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല.
അങ്ങനെയാണ് അവർ ഹൈറ്റിലോ സൈസിലോ അല്ലെങ്കിൽ പറയുന്ന പോലെയുള്ള വേറെ എന്തെങ്കിലും സംഗതിയൊക്കെ നോക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ ചെറിയ കാളകളിൽ ഇപ്പോൾ പലരും നോക്കുന്ന വൃത്തിയാണ്, ഒരു ഫിനിഷിങ് വൃത്തി സംഗതികളൊക്കെ. ഇപ്പോൾ വൃത്തിയുടെ കാര്യം പറയുമ്പോൾ മുളയങ്കാവിൽ ഇപ്പോൾ കുലവതിയിലൊക്കെ ക്ലാസിക് ലെവലിലുള്ള ഒരു സ്റ്റാൻഡേർഡിലെ കാളെ കാണാനുള്ള കാരണങ്ങളിൽ ഒന്നതാണ് അതിലെ ഫിനിഷിങ് വർക്കൊക്കെ അടിപൊളി, സംഭവമൊക്കെ വൃത്തി. നമ്മൾ ഈ വൃത്തിയില്ലാത്തൊരു കാളേനെ നമുക്കത് പലർക്കും വലിയ താല്പര്യമില്ലാത്ത പോലെയൊക്കെ സംഭവമായിരിക്കും. പ്രത്യേകിച്ച് ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഒരു കാളേനെ നോക്കുമ്പോൾ വൃത്തിയായിരിക്കും ആദ്യം നോക്കുക. അവർക്കൊരു യോയോ മൈൻഡ് സെറ്റും സംഭവങ്ങളൊന്നും ആയിരിക്കില്ല. കാള വൃത്തിയുണ്ടോ, മൊത്തത്തിൽ കാളുടെ ഫിനിഷിങ്ങൊക്കെ അടിപൊളിയായിട്ടുണ്ടോ, ലൈറ്റ് എല്ലായിടത്തും കത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനമായിരിക്കും. ചില ആളുകൾ അങ്ങനെയല്ല. ചില ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യോയോ വൈബുള്ള ഒരു കാളയാണോ, അടിച്ചോളി ഒരു രീതി വൈബാണോ, അങ്ങനെയൊക്കെ ഒരു സാധനമായിരിക്കും. അത് ഏത് തെറ്റ് ഏത് ശരിയൊന്നുമില്ല, മനുഷ്യന്മാരുടെ കാര്യമാണ്, ഓരോരുത്തർ ഓരോ രീതിയിലാണ്. അപ്പോൾ എന്തായാലും ഈ കാള അടിപൊളിയാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാള, TP ബ്രദേഴ്സിൻ്റെ കാള. അപ്പോൾ ഏതെങ്കിലും കമ്മിറ്റിക്കാർ ഇങ്ങനെ ഒരു കുഞ്ഞു കാളേനെ, നല്ല വൃത്തിയുള്ള ഫിനിഷിംഗ് ഉള്ള ഒരു കാളേനെയൊക്കെ ആരെങ്കിലുമൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു കാളുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് വേറെ കുറേ ഗംഭീര വമ്പം പരിപാടികൾ പ്ലാനുകളൊക്കെ ഉണ്ട്. കുറച്ച് യാത്രകളൊക്കെ ചെയ്യണം. ഈ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ സ്റ്റക്കായ മാറ്റുള്ള ഒരവസ്ഥയിലാണ്. നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല, അതിൻ്റെ ഒരു കാര്യമുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഇൻ്റർവ്യൂസും സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് അപ്രതീക്ഷിതമായ ചില മരണങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് എൻ്റെ നാട്ടിലും അതേപോലെ നമ്മൾ പോകേണ്ട സ്ഥലങ്ങളിലും ഒക്കെ അങ്ങനെ മരണം അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് വിചാരിച്ചുകൂടെ നടക്കുന്നില്ല. ദൈവം സഹിച്ചൊക്കെ റെഡിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.